ഹേ എവ്രി വൺ, വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. സോ എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോകാൻ റെഡി ആവാണ്. സോ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് ഗീ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജെൽ ടൈപ്പാണ് എനിക്ക് കംഫർട്ടബിൾ. പിന്നെ ഞാൻ ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്തു. പിന്നെ പ്ലിക്സിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും തീരുന്നത് വരെ ഇനി ഇത് തന്നെയായിരിക്കും കേട്ടോ. കാരണം എനിക്കിത് അത്രയും കംഫർട്ടബിൾ ആയി തോന്നി. ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിന്നിൽ അബ്സോർബ് ആവാൻ വേണ്ടി. ഇതാ കണ്ടോ, അത് 3 പ്രാവശ്യം മൂക്കുത്തിയ പാടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഷറാറ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ ഇടുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷാണ് ചെയ്യുന്നത്. ആദ്യം ബ്ലഷ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, അപ്പോൾ ഫൗണ്ടേഷൻ വരുമ്പോൾ അത് അധികം ഹൈലൈറ്റ് ആയിട്ടിരിക്കില്ല. എനിക്കെന്തോ അത്ര കംഫർട്ടബിൾ അല്ല ഒരുപാട് ബ്ലഷ് തോന്നിക്കുന്നത്. പിന്നെ കൺസീലർ താഴെ പോയി എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ വെച്ച് തന്നെ അണ്ടർ ഐ സെറ്റ് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ 2 ഫൗണ്ടേഷനും അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഇലുമിനേറ്ററും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇത് പിന്നെ മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഷെയ്ഡെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. കോമ്പാക്ട് പൗഡറും നോർമൽ പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. എനിക്കെന്തോ കുഴപ്പമില്ലാതെ തോന്നിയിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഐ ഷാഡോ സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. പിന്നെ തോന്നി പ്രോപ്പറായിട്ടുള്ള ഐ ഷാഡോ എടുക്കുക. അപ്പം എൻ്റെ ഒരു പഴയ സെഫോറയാണ്. ഇത്തവണ ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ ബ്രഷ് ഒന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് കൈ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കണ്ണെഴുതി ഐബ്രോസ് എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ പിന്നെ പറഞ്ഞില്ലല്ലോ അല്ലേ, ഇന്നത്തെ വെഡ്ഡിങ് ആങ്കർ ഞാനാണ്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് നല്ല ഓവറാക്കാന്ന് വിചാരിച്ചു. ഞാൻ പലരെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട, ഓവറായി തോന്നുന്നു. എനിക്ക് പിന്നെ അങ്ങനെ ഓവറാക്കിയോണ്ട് ഒരു വിഷയമില്ലാത്ത ആളാണ്. ഇത് സെഫോറയുടെ ഹൈലൈറ്ററാണ്. അപ്പം ഞാൻ എൻ്റെ ചീക്ക് ബോൺസ് ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂക്കിന് അത്യാവശ്യം നീട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം ഹൈലൈറ്റർ മൂക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ പിന്നെ മുടി നോർമലി ഇങ്ങനെ അഴിച്ചിടാറാണ് പതിവ്. എല്ലാവർക്കും നല്ല മാച്ച് ആവുന്ന ഒരു കളറാണിത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഷറാറ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ ഇത് ടെഡ് ബേക്കർ, അത് ചുമ്മാ ഇരിക്കട്ടെ. പിന്നെ എൻ്റെ വാച്ച് ഡാനിയൽ വെല്ലിംഗ്ടൺ. അതുപോലെ തന്നെ ഞാനൊരു കുഞ്ഞൊരു വളയും കൂടെയാണ് പെയർ ചെയ്യുന്നത്. മാത്രമാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. കമ്മലൊന്നും ഞാൻ മാറ്റാൻ നിന്നില്ല. അതൊരു ചെറിയ ഹാർട്ട് ഷേപ്പിലുള്ള കമ്മലാണ്. ഞാൻ ദാ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ദാ ഇവനാണ് അവൻ എന്നെ ആങ്കറിങ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചവൻ. So finally they are here. Congratulations on your big day. Presenting before you the just wedded couple John and Minu. ഇന്ന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്.